ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇപ്പോൾ പരസ്പരം ആക്രമണ പ്രത്യാക്രമണങ്ങളില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര യുദ്ധത്തിന് അമേരിക്ക തുടക്കം കുറിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഇറാനെതിരെ അതിശക്തമായ വ്യാപാര സാങ്ഷൻസ് അമേരിക്ക മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നു. അത് ഇരകരാക്കപ്പെടുന്ന ഒരു പക്ഷേ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ കൂടിയാകാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. ചൈന അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങൾക്കും ഒരു പക്ഷേ ഈ ഉപരോധം, അതായത് ഇറാനെ ആര് സഹായിക്കാൻ വന്നാലും അവർക്കെതിരെയൊക്കെ അതിശക്തമായ നടപടി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത്. തിരിച്ച് ഇറാൻ പറയുന്നത് ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കൂടുതൽ നിയന്ത്രണങ്ങളാണ്, അതൊരു തരത്തിലും ഐക്യരാഷ്ട്രസഭയടക്കം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എന്ത് പ്രത്യാഘാതം ഇറാനിലും മറ്റു മേഖലകളിലുമൊക്കെ ഉണ്ടാക്കും, ഇതിനെ അപലപിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കിതടക്കം നിരവധി വാർത്തകൾ വിശദമായി തന്നെ പരിശോധിക്കാം. 9 മണിക്ക് ആദ്യം തലക്കെട്ട്. തിങ്കളാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റിൽ ഉപരോധ യുദ്ധം. ഇറാനെതിരായ US സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന രാജ്യത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US. ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ്. അതിർത്തിക്കപ്പുറമുള്ള പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തുല്യമെന്ന് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ്. US-നേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളതെന്നും അവകാശവാദം. യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചെന്നും മസൂദ് പെസഷ്കിയാൻ. സൊമാലിയൻ തീരത്ത് ആക്രമണം അതിശക്തം. ഗൾഫ് ഓഫ് ഏദനിൽ എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് കടൽ കൊള്ളക്കാർ. 16 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നാവികരടങ്ങിയ കപ്പൽ പിടിച്ചത് 6-അംഗ സായുധ സംഘം. ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി തുർക്കി. ആവശ്യം ഗസയിലേക്ക് മാനുഷിക സഹായവുമായി നീങ്ങിയ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ദയനീയമെന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ. അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി USS എബ്രഹാം ലിങ്കൺ വിഷയം പടരുന്നു. വാർത്ത പുറത്തുവിട്ട സ്വതന്ത്ര സൈനിക വാർത്താ പ്രസിദ്ധീകരണമായ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സിന്റെ എഡിറ്ററെയും പ്രസാധകനെയും പുറത്താക്കി. നടപടി US പ്രതിരോധ വകുപ്പിന്റേത്. ത്രിരാഷ്ട്ര മക്ക ഉടമ്പടിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ സൗദി സന്ദർശിക്കും. ഇന്ത്യയിലേക്ക് വരില്ലെന്നും സ്ഥിരീകരണം. തമിഴ്നാട്ടിൽ വീണ്ടും മാസായി ദളപതി വിജയ്. നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം സമ്മാനിക്കുന്ന തായ്മാമൻ തങ്കമോതിരം തിട്ടം പദ്ധതി പ്രഖ്യാപിച്ചു. മോതിരം കിട്ടുക 4.42 ലക്ഷം കുട്ടികൾക്ക്. കോളടിച്ചത് കേരളത്തിലെ ജുവലറികൾക്ക്. ജലമേളയ്ക്കുള്ള അവസാന തയ്യാറെടുപ്പുകളിൽ പുന്നമടക്കായൽ. ആവേശത്തുഴേറിയാൻ മണിക്കൂറുകൾ മാത്രം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് അവധി. ഡൽഹി പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് BJP. ക്രമസമാധാന നില തകർക്കാൻ ശ്രമം. മുൻകൂട്ടി അറിയിക്കാതെയാണ് രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തിയതെന്ന് രവിശങ്കർ പ്രസാദ്. ബ്രിക്സ് രാജ്യങ്ങളിലെ യുവജന കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ അധ്യക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയും ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ബാധിച്ചേക്കാവുന്ന പുതിയ ഒരു US സാമ്പത്തിക ഉപരോധം തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അമേരിക്ക. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിരവധിയായി വർദ്ധിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ഇറാനെതിരെ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നീക്കം ഐക്യരാഷ്ട്രസഭയിലെ ഓരോ സ്വതന്ത്ര അംഗരാജ്യത്തിന്മേൽ
ഉള്ള അതിർത്തിക്കപ്പുറമുള്ള പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തുല്യമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത്. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, അതായത് ജീവൻ രക്ഷാ മാർഗം നൽകുന്ന ഏതൊരു രാജ്യത്തിനും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് US-നുള്ളത്. നമുക്കറിയാം, ചൈനയുമായി ഏറ്റവും അധികം വ്യാപാര ബന്ധമുണ്ട്, തായ്വാനുമായി ഇറാൻ വ്യാപാര ബന്ധമുണ്ട്, UAE-യുമായി ദീർഘകാല വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്ത് സംഭവിക്കുന്നു എന്ന് US നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അവിടുന്ന് ഉള്ള വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആശങ്കകൾ ഇറാനിലും മറ്റ് സഖ്യരാജ്യങ്ങളിലും അടക്കം പടരുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർക്കണം. ഏതൊക്കെ തരത്തിലാണ് അമേരിക്കയെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. BR കാർത്തിക് വിവരങ്ങൾ അയച്ചു വരും. കാർത്തിക്, യുദ്ധത്തിൽ പരാജയപ്പെട്ടു തങ്ങളെന്ന തരത്തിലുള്ള ചില നിഗമനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് പുതിയൊരു യുദ്ധം, അതായത് ഇപ്പോൾ തന്നെ നിരവധി ഉപരോധങ്ങളുണ്ട് ഇറാനെതിരെ. ഇപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ കടുപ്പിക്കുമ്പോൾ, ഒപ്പം ഇറാനുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുന്നവരേക്ക് കൂടെ പോകുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? രഞ്ജിത്ത്, 75 ദിവസത്തിനപ്പുറം അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് നിലവിലെ യുദ്ധം സൃഷ്ടിച്ച സാഹചര്യം അത് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും ഉണ്ടാക്കിയ പ്രതിച്ഛായയിൽ ഏൽപ്പിച്ച മങ്ങൽ അത് മാറ്റിയെടുക്കുക, ഇതാണ് ട്രംപിന് മുന്നിലുള്ള വെല്ലുവിളി. ആദ്യഘട്ടത്തിൽ സൈനികമായ ആക്രമണങ്ങൾ നടത്തി ഇറാൻ വഴങ്ങിയില്ല. രണ്ടാം ഘട്ടത്തിൽ സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. പിന്നെ നയതന്ത്ര ഇടപെടലിലൂടെ ജൂണിൽ ഒരു പ്രാഥമിക ധാരണ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊരു കൃത്യമായ പദ്ധതി അമേരിക്കയ്ക്ക് മുന്നിലില്ല എന്നതാണ്. മാത്രമല്ല, ഇറാനാകട്ടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങുന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക ഒരു പുതിയ യുദ്ധമുറ സ്വീകരിക്കുന്നു. അതായത് നിലവിൽ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന എക്കണോമിക് വാർഫെയറിന് തയ്യാറെടുത്തു എന്ന് പ്രഖ്യാപനം അമേരിക്ക നടത്തുന്നു. അതായത് സാമ്പത്തികമായി എല്ലാ രീതിയിലും ഇറാനെ വരിഞ്ഞ് മുറുകുക, അതിലൂടെ സമ്മർദ്ദത്തിലാക്കുക, വരുതിയിലാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരിക. ഇതാണ് ഒരു ആസൂത്രണമായി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങളടക്കം വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ നിബന്ധനകൾ എന്തൊക്കെ എന്ന് വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ കൂടിയും അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ എല്ലാം തന്നെ അതിൽ നിന്ന് വിലക്കുക. അതായത് ഇറാനുമായി വ്യാപാര ബന്ധത്തിലുള്ള രാജ്യങ്ങളെ എല്ലാം തന്നെ അതിൽ നിന്ന് വിലക്കുക. അതിലൂടെ സാമ്പത്തികമായി ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക. നിലവിൽ അവിടെ പണപ്പെരുപ്പ തോത് 350% മുകളിലാണ്. സാധാരണക്കാരുടെ ജീവിതം വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ എക്കണോമിക് വാർഫെയർ എന്ന പ്രഖ്യാപനത്തോടും അതേ നാണയത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രതികരണങ്ങൾ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഈ സാമ്പത്തിക ഉപരോധത്തെ നേരിടാനും ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് 14 വർഷം മുൻപ് സാമ്പത്തികമായി ഉപരോധിച്ചു തുടങ്ങിയതാണ്, അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. 8 വർഷം മുൻപ് മറ്റു തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, അതിൽ പരാജയപ്പെട്ടു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ഹോർമൂസിൽ പരാജയപ്പെട്ടു. ഈ വാർഫെയർ, അതായത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച എക്കണോമിക് വാർഫെയറും അതും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അതായത് എന്ത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ശേഷി ഉണ്ട് എന്ന് ഇറാൻ പരസ്യമായ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, അമേരിക്ക ഇതിലൂടെ ഈ സാമ്പത്തിക ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നത് ചൈനയെ കൂടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് നമുക്കറിയാം, ഈ യുദ്ധം പ്രത്യക്ഷത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലാണെങ്കിലും പല അന്താരാഷ്ട്ര വിദഗ്ധരും പല രീതിയിലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുന്നത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഒരു യുദ്ധം എന്നതുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന വിധമാണ് എക്കണോമിക് വാർഫെയർ എന്ന പുതിയ സമര മുറ അമേരിക്ക സ്വീകരിക്കുമ്പോൾ ഏതായാലും അത് അമേരിക്ക പറയുന്നത് ഇറാനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഇറാന് കൊടുത്താൽ അവർക്കെതിരെയും ഈ ഉപരോധം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ചൈനയ്ക്കെതിരെയൊക്കെയുള്ള കടുത്ത ഈ അഭിപ്രായ പ്രകടനമൊക്കെ എങ്ങനെ അമേരിക്ക നടപ്പിലാക്കുമെന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് UAE-യും ഇറാനുമായി വ്യാപാര ബന്ധത്തിലുള്ള ഒരു രാജ്യമാണ്. അവർക്കെതിരെയൊക്കെ അങ്ങനെ നടപ്പിലാക്കാൻ അമേരിക്കയ്ക്കാകുമോ എന്നുള്ള സംശയം കൂടി ഉണ്ടല്ലോ കാർത്തിക്.
രഞ്ജിത്ത് 2025 കെപ്ലറുടെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ എണ്ണ ഇറക്കുമതിയിൽ 80% ചൈനയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് ചൈനയുടെ പ്രതികരണം എന്തായിരിക്കും എന്നത് നിർണായകമാണ്. ആദ്യമായി ഈ ഘട്ടത്തിൽ വന്ന പ്രതികരണം ചൈനയുടെ വിദേശകാര്യ വക്താവിൻ്റെയാണ്. ലിൻ ജിയാൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. കാരണം ഇത് വകവയ്ക്കുന്നില്ല എന്ന് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമാണ് ലിൻ ജിയാൻ നടത്തിയിരിക്കുന്നത്. അതായത് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഒറ്റപ്പെടുത്തുകയല്ല നിലവിലെ പരിഹാരം, നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണം, അതിന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവിൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. അതായത് ടെഹ്റാന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മറ്റ് രാജ്യങ്ങൾക്ക്, അവരുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ നേരിടും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനോട് സഹകരിക്കുന്ന മനോഭാവത്തിലല്ല ചൈനയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇറാനിൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. നമുക്കറിയാം, സൗത്ത് ഖൊറാസാനിൽ ഖനന പദ്ധതിക്കായി സ്പാനിഷ് കമ്പനി വരുന്നു. UAE, തുർക്കി, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ നിക്ഷേപകരും അടുത്തിടെയായി സൗത്ത് ഖൊറാസാനിൽ നിക്ഷേപത്തിനായൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മറ്റ് രാജ്യങ്ങളെ, അതായത് ഇറാനെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളെ വിലക്കിക്കൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ വരുതിയിലാക്കാൻ അമേരിക്ക കണക്ക് കൂട്ടുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് കണ്ടറിയണം. എന്തായാലും നിലവിൽ ഇറാൻ ഏർപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാക്കുന്ന നിലയിലേക്കാകും തിങ്കളാഴ്ച അമേരിക്ക പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ നിബന്ധനകൾ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ അതിലും വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങും എന്ന സൂചനകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിനെയും നേരിടാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇറാനിലെ വിവിധ നേതാക്കളുടെ പ്രതികരണമായി പുറത്തു വരുന്നത്. തീർച്ചയായും. ഏതായാലും ഇതനുസരിച്ച് ഹോർമുസിലൊക്കെ അമേരിക്കക്കെതിരെ ഇറാന് ഉപരോധം കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആയിരക്കണക്കിന് കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കക്കെതിരെ മാസങ്ങളായി തുടരുന്ന യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് അമേരിക്കയോട് ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം കൂടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രകടിപ്പിക്കുകയാണ്. US-നേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഉള്ളതെന്നും യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചു എന്നും ഇറാൻ പ്രസിഡന്റ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇറാൻ ഇപ്പോൾ കരുത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിലയിലായതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അമേരിക്ക എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഇറാനിലെ സ്കൂളുകളിലും ആശുപത്രികളിലും ആക്രമണം നടത്തി. അത് മാത്രമല്ല, ഇപ്പോൾ ആഗോളതലത്തിൽ US വെറുക്കപ്പെടുകയാണ് എന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. മാത്രമല്ല, കരാറിനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. ഈ കരാറിൻ്റെ വ്യവസ്ഥകളെല്ലാം ഇറാൻ അനുകൂലമാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു പുതിയ സൂചന കൂടിയാണല്ലോ ഈ കാർത്തിക്. ഇതൊരു വലിയ, നേരത്തെ പറഞ്ഞ പോലെ ഉപരോധവുമായൊക്കെ അമേരിക്ക വരുമ്പോൾ യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനുള്ള ധൈര്യം അത് ഇറാൻ കാട്ടുകയാണ്. അത് ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടാക്കിയ കരാർ തങ്ങളുടെ പരാജയമല്ല എന്നും ആ കരാർ നടപ്പിലായില്ല എങ്കിൽ പോലും അതിലെ ഓരോ വ്യവസ്ഥകളും അമേരിക്കയെ പരാജയപ്പെടുത്തുന്നതാണ് എന്നും ആവർത്തിക്കുകയാണ് മസൂദ് പെസഷ്കിയാൻ. ഇറാനിൽ നിന്നുള്ള പല നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ ഒരു സ്വരം എന്ന് തന്നെ പറയണം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ ഈ പ്രതികരണം. അതായത് ഒരു കരാറിലേക്കുള്ള സാധ്യതകൾക്ക് വഴി തുറക്കുന്ന, അല്ലെങ്കിൽ അതിന് വാതിൽ തുറക്കുന്ന ഒരു പ്രതികരണമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ മറ്റു പലരുടെയും പ്രതികരണം, അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറാകട്ടെ, വിദേശകാര്യമന്ത്രിയാകട്ടെ, വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗൈ ആകട്ടെ, അങ്ങനെ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ അതിരൂക്ഷമായ ഭാഷയിലാണ്. ഏറ്റവും ഒടുവിൽ ഇസ്മയിൽ ബഗയുടേതായി പുറത്തു വന്ന പ്രതികരണം ഈ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നും ഏതെങ്കിലും ഒരു രാജ്യത്തെ ഇറാനെ സഹായിക്കുന്നതിൽ നിന്ന് വിലക്കാൻ കഴിയില്ല എന്നുമാണ് അവരുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഇസ്മയിൽ ബഗയുടെ. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ ഇത്തരത്തിൽ കൈകടത്തുന്നത് എല്ലാ രാജ്യങ്ങളോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഇസ്മയിൽ ബഗൈ. ആ പശ്ചാത്തലത്തിലാണ് ഒരു വ്യത്യസ്തമായ ഒരു പ്രതികരണം ഇറാൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഒരു സാധ്യതകൾക്ക് വഴി തുറക്കുന്നതാണോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയണം. എന്തായാലും ഏറ്റവും ഒടുവിൽ സൗത്ത് കരോലിനയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ്
ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണവും വ്യക്തമാക്കുന്നത് ഇറാൻ ഒരു കരാറിന് തയ്യാറാകുന്നു, പക്ഷേ നിബന്ധനകൾക്കനുസരിച്ചുള്ള ശരിയായ കരാർ, അതായത് എല്ലാ നിബന്ധനകളും ഇരുവശങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ശരിയായ നിബന്ധനകളുള്ള ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. നമുക്കറിയാം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഒമാനും ഇറാനുമായി ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തും എന്ന പ്രതീതി ഉണ്ടായിരുന്നു. സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിൽ പുറത്തിറക്കും എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ ഭീഷണി സ്വരവുമായി അമേരിക്ക എത്തി. വളരെ ചെറിയ രാജ്യമായ ഒമാനെതിരെ വളരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശനങ്ങൾ ഉന്നയിച്ചതും ഒരു ഘട്ടത്തിൽ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തത്. കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ ഒമാൻ്റെ പ്രതിനിധിയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് US നേതൃത്വം. ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ ശക്തമായ ഭാഷയിലെ പ്രതികരണങ്ങൾ അയഞ്ഞു എങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യത്തിൽ ഇറാനോട് സഹകരിക്കുന്ന രാജ്യങ്ങളെ അവരോട് ഉള്ള അമേരിക്കയുടെ ഭാഷ അതിന് വ്യത്യാസം വന്നിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക വാർ, അതായത് എക്കണോമിക് വാർ, അത് എത്രത്തോളം ഇറാന് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും, ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെയൊക്കെ ആശ്രയപ്പെടുത്തിയിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. എന്തായാലും അതിൽ വ്യത്യസ്തമായൊരു സ്വരം തന്നെയാണ് ഇറാൻ പ്രസിഡന്റിൻ്റെതായി വന്നിരിക്കുന്നത്. ഒരു കരാറിലേക്ക് എത്താൻ അനുകൂലമായ ഘടകങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ തേടണം എന്ന നിലയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. അപ്പോഴും മറുവശത്ത് ഈ യുദ്ധം അമേരിക്കയ്ക്കെതിരായ ഈ യുദ്ധം വിജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രതികരണം എന്നതും ഏറെ നിർണായകമാണ്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു വെല്ലുവിളിയല്ല, ചെറുതായൊന്നുമായിരിക്കില്ല ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഗൾഫ് ഓഫ് ഏദനിൽ ഉപരോധ പട്ടികയിലുള്ള എണ്ണക്കപ്പൽ 6 അംഗ സായുധ സംഘം പിടിച്ചെടുത്തുവെന്ന ഗൗരവതരമായ ഒരു വാർത്ത കൂടിയുണ്ട്. വിദേശ കപ്പലായ സിബു 1 എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സോമാലിയൻ തീരത്തേക്ക് ഈ കപ്പൽ തിരിച്ചുവിടുകയായിരുന്നു. 16 ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യമനിലെ അൽ മുഗലിലേക്ക് കിഴക്ക് ഏതാണ്ട് 136 നോട്ടിക്കൽ മൈൽ അകലെയാണ് സായുധ സംഘം ഈ കപ്പൽ അതിക്രമിച്ച് കയറുകയും അത് വശത്താക്കുകയും മറ്റും ചെയ്തത്. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതായി രാജ്യാന്തര സമുദ്ര സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. 16 ഇന്ത്യക്കാരെ കൂടാതെ ഒരു സിറിയൻ, ഒരു സുഡാനി, ഒരു ഇറാഖി പൗരൻ, മറ്റു ജീവനക്കാരനുമാണ് കപ്പലിലുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകൾ ഒന്നാണ് ഇത്. സൊമാലിയൻ തീരത്ത് ആക്രമണം ശക്തമാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ സമാനമായ രീതിയിൽ നടക്കുന്ന രണ്ടാമത്തെ തട്ടിക്കൊണ്ടുപോകലായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീണ്ടും സൊമാലിയൻ കടൽ കൊള്ളക്കാർ വല്ലാതെ വിഹരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൊമാലിയൻ തീരത്ത് സമീപത്ത് നിന്ന് ലുതൂഫ് എന്ന മറ്റൊരു ചരക്ക് കപ്പലും കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തുകൊണ്ട് പോയത്. 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാർ ആ കപ്പലിലുണ്ട്. സെർബിയൻ സുരക്ഷാ ജീവനക്കാരും കപ്പലുണ്ടായിരുന്നു. ടാൻസാനിയയിലെ ദാറസ് സലാമിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ആക്രമിച്ച ശേഷം കടൽ കൊള്ളക്കാർ സൊമാലിയയിലെ പ്ലൂൻഡാറ്റ് തീരത്തേക്ക് മാറ്റുകയായിരുന്നു. 2011 രാജ്യാന്തര നാവികസേനയുടെ ഇടപെടലുകളിലൂടെ കുറഞ്ഞു വന്ന കടൽ കൊള്ളക്കാരുടെ ഭീഷണി ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വീണ്ടും വർദ്ധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തട്ടിക്കൊണ്ടുപോയ എല്ലാ പൗരന്മാരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആശങ്ക വർദ്ധിക്കുകയാണ്. നമുക്കറിയാം നിരവധി കപ്പലുകൾ പോകുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത്. അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയും പരിഭ്രാന്തിയും കപ്പൽ ഗതാഗത മേഖലയ്ക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനെതിരെ വലിയ തോതിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്താനായി അമേരിക്ക ഒരുങ്ങുന്നു എന്ന വാർത്ത വീണ്ടും പശ്ചിമേഷ്യയിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇവിടെ US പ്രസിഡന്റ് പറയുന്നത്, ട്രംപിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് ഇറാനുമായി സഹകരിക്കുന്ന വ്യാപാര ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നാണ്. ഇറാനെ പിന്തുണയ്ക്കുന്ന ഏതു രാജ്യത്തിനും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം സമീപകാലത്ത് ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ള ശേഖരമുള്ള ഒരു രാജ്യമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഏറ്റവും പ്രധാനി ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളാണ് ചൈന എന്ന കാര്യത്തിൽ സംശയമില്ല.
ഇവിടെ തൻ്റെ പ്രഖ്യാപനം ട്രംപ് നടപ്പാക്കുകയാണെങ്കിൽ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് US-ൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ചൈന നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. നേരത്തെയും ചൈനയ്ക്കെതിരെ നിരവധി ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും വിജയിക്കേണ്ട പശ്ചാത്തലമുണ്ടായില്ല. ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തുന്ന പോലെ ചൈനയ്ക്കെതിരെയും പരാജയപ്പെടുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ഇറാനിയൻ എണ്ണ സംസ്കരിക്കുകയും US-ഉമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കുറവായിരിക്കുകയും ചെയ്യുന്ന പ്രത്യേക ഒരു റിഫൈനറി ശൃംഖല തന്നെ ചൈന കെട്ടിപ്പടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ചൈനയിലേക്ക് എത്തിക്കുന്ന ഇറാനിയൻ എണ്ണ ദീർഘകാലമായി മലേഷ്യൻ ഉൽപ്പന്നമെന്നോ ഇന്തോനേഷ്യൻ ഉൽപ്പന്നമെന്നോ ഒക്കെ പറഞ്ഞാണ് അവിടേക്ക് രേഖപ്പെടുത്താറുള്ളത്. കാരണം ഈ അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെയൊക്കെ അതിജീവിക്കാൻ, അതുമാത്രമല്ല പരസ്യമായി ഇറാനുമായി ഒരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ കരാറുകൾ അല്ലെങ്കിൽ ഇടപാടുകളൊന്നും ചൈന ആഗ്രഹിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ശത്രുത ചൈനയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മലേഷ്യ എന്നോ മറ്റോ പറഞ്ഞാണ് ഈ എണ്ണ ചൈനയിലേക്ക് എത്തുന്നത്. ഈ വ്യാപാരം വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ശൃംഖലയിലൂടെയാണ് നടക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഇറാനിൽ നിന്നുള്ള ചൈനയിലേക്ക് എണ്ണ വരാനായി പ്രത്യേക പാത തന്നെ ചൈന രൂപവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈനീസ് കറൻസിയിലാണ് ഈ പണമിടപാട് എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇടനിലക്കാരുടെ ഒരു നിര തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. റിഫൈനറി വൃത്തങ്ങളും വ്യാപാരികളും ഒക്കെ അതാണ് സ്ഥിരീകരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഇറാനിയൻ എണ്ണ വാങ്ങിയതിന് ഒരു സ്വതന്ത്ര ചൈനീസ് റിഫൈനറിക്കെതിരെ ഏപ്രിലിൽ US ട്രഷറി ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. അതായത് അതുകൊണ്ടാണ് ഈ രഹസ്യ സ്വഭാവത്തിൽ, കാരണം നമുക്കറിയാം ചൈനയുടെ പല കമ്പനികളും അമേരിക്കയിലും മറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ ഇറാനുമായി സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉപരോധം അവർക്ക് എതിരെ വരും. കൂടാതെ ഇറാനിയൻ എണ്ണ വ്യാപാരത്തിന് സൗകര്യമൊരുക്കിയാൽ ചൈനീസ് ബാങ്കുകൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉപരോധങ്ങളും സമ്മർദ്ദവും പ്രശ്നം പരിഹരിക്കില്ല. രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നടപടികൾ സ്വീകരിക്കണം എന്ന് എല്ലാ കക്ഷികളോടും ചൈന ആവശ്യപ്പെടുന്നു എന്നാണ് ഈ അമേരിക്കയുടെ ഉപരോധ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ചൈനയുടെ പ്രതികരണം. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീൻ ജിയാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണിത്. ഈ വിലക്കുറവിൽ ലഭിക്കുന്ന ഇറാനിയൻ എണ്ണ ചൈനയിലെ സ്വന്തം റിഫൈനറികൾ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, സംശയമില്ല. ഇറാൻ കയറ്റി അയക്കുന്ന എണ്ണയുടെ 80%-ലധികവും ചൈനയിലേക്കാണ്. നമുക്കറിയാം മറ്റ് പല ലോകരാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യം കൂടിയാണ്. എണ്ണയുടെ സർപ്ലസ് ഉണ്ടായിട്ടും ആവശ്യക്കാരുണ്ടായിട്ടും ഈ ഉപരോധങ്ങൾ കാരണം അവരുടെ യുദ്ധം സമാനമായ സാഹചര്യം എല്ലാ തവണയും നിലനിൽക്കുന്ന ഒരു രാജ്യമായത് കാരണം ചൈനയാണ് ഏറ്റവും വലിയ ഉപഭോക്താവ് എന്നുള്ളതാണ്. നാമമാത്രമായ എണ്ണയാണ്. അവരുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗം ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 പ്രതിദിനം ഏതാണ്ട് ശരാശരി 1.38 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണ ചൈന വാങ്ങിയെന്നാണ് കണക്കുകൾ പുറത്ത് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ രാജ്യമായി നമ്മൾ കണക്കാക്കേണ്ടത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ആണ്. ചരിത്രപരമായി ഇറാൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഏറ്റവും നിർണായകമായ ഘടകങ്ങളിൽ ഒന്നാണ് UAE എന്ന കാര്യത്തിൽ സംശയമില്ല. ദുബായിലെ ബാങ്കുകൾ ഇറാനുമായി ബന്ധപ്പെട്ട വലിയൊരു തുക നിക്ഷേപമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ US ഉപരോധം മൂലം മരവിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലുമാണ്. അതാണ് ഇറാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത്. നേരത്തെ വലിയ വ്യാപാരം, ഇറക്കുമതിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപാരം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് UAEയും ഇറാനും. ഇപ്പോൾ ഈ ആക്രമണം മൂർച്ഛിച്ചതിന് ശേഷം ഇറാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും UAE അവസാനിപ്പിച്ച ഒരു പശ്ചാത്തലം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ലോക വ്യാപാര സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപ് ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായിരുന്നു UAE. 2024 ഇറാൻ്റെ ആകെ ഇറക്കുമതിയുടെ 30%, ഏകദേശം $21 ബില്യൺ മൂല്യമുള്ള ഇറക്കുമതി UAEയിൽ നിന്നായിരുന്നു. അതേ വർഷം ഇറാൻ്റെ കയറ്റുമതിയുടെ 13% UAEയിലേക്കായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. UAE സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2024 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വിദേശ വ്യാപാരം $6.6 ബില്യൺ ആയിരുന്നു. ഇതിൽ ഭൂരിഭാഗവും റീ എക്സ്പോർട്ട്സ്, ഇറക്കുമതി ചെയ്ത ശേഷം മറ്റൊരു രാജ്യത്തെ കയറ്റുമതി ചെയ്യൽ വഴിയുള്ള വ്യാപാരം. മിസൈൽ ഭീഷണി ഉൾപ്പെടെ ടെഹ്റാൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഈ സൈനിക നടപടി ചൂണ്ടിക്കാട്ടി ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക വാണിജ്യ ഇടപാടുകളും നേരത്തെ പറഞ്ഞ പോലെ UAE ഈ ആഴ്ചയാണ് നിർത്തിവെച്ചത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായ ബന്ധം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഈ വ്യാപാര ബന്ധം പുനരാരംഭിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് UAEയും ഇറാനും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇറാനിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചില്ലറയായിരിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം തുർക്കിയാണ്. അമേരിക്കയുടെ സാങ്ഷൻ വന്നാൽ തുർക്കിയും ഇറാനും തമ്മിൽ അതിശക്തമായ സാമ്പത്തിക ബന്ധമുണ്ട്.
യുദ്ധത്തിലൊക്കെ പലപ്പോഴും തുർക്കി ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ചില വിവക്ഷകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ് തുർക്കി. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 5-6 ബില്യൺ ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 3 ബില്യൺ ഡോളറോളം തുർക്കിയുടെ കയറ്റുമതിയാണ്. ഇറാനുമായുള്ള വ്യാപാരം കുറയ്ക്കാൻ തുർക്കി ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും അമേരിക്കയുടെ ഉപരോധം വന്നാൽ എന്തായിരിക്കും ആ രാജ്യത്തിൻ്റെ നിലപാട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. തുർക്കി തങ്ങളുടെ പ്രകൃതിവാതക ആവശ്യത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇതിൽ 13% ഇറാനിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് കണക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം തുർക്കിയെപ്പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം ഇറാഖാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 ഇറാനുമായുള്ള ഇറാഖിൻ്റെ വ്യാപാരം $10 ബില്യൺ എത്തിയിരുന്നു. നമുക്കറിയാം, ഇറാഖുമായി അമേരിക്കയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴും അമേരിക്കയും ഇറാഖും തമ്മിൽ പല കാര്യങ്ങളിൽ സഹകരണമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ഇറാഖ് വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒന്നാണ്. ഈ വ്യാപാര ബന്ധത്തിൻ്റെ പ്രധാന ഘടകവും അതാണ്. എന്നാൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് 2026 വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടാവുകയാണ്. പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു. പ്രധാന അതിർത്തി കടന്നുള്ള നീക്കങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ നേരിട്ടു. ഗതാഗത ചെലവ് വർദ്ധിച്ചു. ഇതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെ ഇറാനുമായുള്ള വ്യാപാര പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ള ഇറാഖ് വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറയുന്നത്, ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന വിപുലമായ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സാഹചര്യങ്ങളും അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന്റെ അളവിനെയും വിശ്വാസത്തെയും കുറച്ചെങ്കിലും ഇരു രാജ്യങ്ങളും ഇപ്പോഴും പ്രധാന വ്യാപാര പങ്കാളികളായി തുടരുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇറാഖിനും സ്വാഭാവികമായും മാറ്റി ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് അമേരിക്ക ഉപരോധം കടുപ്പിച്ചാൽ ഇറാനുമായി എന്താണ് വ്യാപാര ബന്ധം പുലർത്തുന്ന നേരത്തെ പറഞ്ഞ പോലെ ചൈന, UAE, തുർക്കി, ഇറാഖ് അടക്കമുള്ള കക്ഷികൾക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രീതിയിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്നാൽ അമേരിക്ക ഇപ്പോൾ പറയുന്നത് പോലെ അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകും. ഈ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ എതിർപ്പ് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി തുർക്കി. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി നീങ്ങിയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലെ കപ്പലുകൾക്ക് നേരെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് നേരത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ആവശ്യം തുർക്കി ഉന്നയിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനും ഉന്നത ഉദ്യോഗസ്ഥനായ അഫക് മോസ്കോവിച്ചിനുമെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാണ് തുർക്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമായി മനസ്സിലാക്കണം. പക്ഷേ അംഗരാജ്യങ്ങളുടെയൊക്കെ ഇത്തരം ആവശ്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അതിൽ നടപടിയെടുക്കുക അന്താരാഷ്ട്ര കോടതി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, പലതരത്തിലുള്ള 430ഓളം ആക്ടിവിസ്റ്റുകൾക്കെതിരെ ഗസയിലേക്ക് പുറപ്പെട്ട കപ്പലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തുർക്കിയിൽ കേസും മറ്റു കാര്യങ്ങളും മറ്റുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിയമ നടപടികൾ നിരവധിയുണ്ട്. നെതന്യാഹുവിനെ നമുക്കറിയാം, അന്താരാഷ്ട്ര കോടതിയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇതിനിടയിലാണ് തുർക്കിയുടെ പുതിയ ആവശ്യം. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു നേതാവാണ്. അവിടെയാണ് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയോടുകൂടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള നിലപാട് നേരത്തെ തന്നെ തുർക്കി കടുപ്പിച്ചതാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്റർപോൾ റെഡ് നോട്ടീസ് അയക്കുവാനുള്ള നിർദ്ദേശം നൽകണമെന്ന നീക്കവുമായി ഇപ്പോൾ തുർക്കി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് പുറമെ സൈനികൻ അഫക് മോസ്കോവിച്ചിനും എതിരെ അന്താരാഷ്ട്ര റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടതായി ഇപ്പോൾ തുർക്കി സ്ഥിരീകരിക്കുന്നുണ്ട്. തുർക്കി മന്ത്രി അക്കിൻ ഗുർലെക് ആണ് ഇക്കാര്യം എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 14 പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ആണ് ഇപ്പോൾ ഈ നടപടി എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മാനുഷികരഹിതമായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, വ്യക്തി സ്വാതന്ത്ര്യം തടയൽ, മനഃപൂർവ്വമുള്ള ആക്രമണം, സ്വത്ത് നശിപ്പിക്കൽ, കവർച്ച, വാഹനം തട്ടിയെടുക്കൽ എന്നിങ്ങനെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ആണ് ഇരുവർക്കും എതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന്റെ മുഖം വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തുർക്കി ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്ലോട്ടില്ല തടഞ്ഞ സംഭവത്തിൽ ആണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത് മാത്രവുമല്ല, ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും ആശുപത്രിയും അടക്കമുള്ള കെട്ടിടങ്ങൾ ബോധപൂർവമായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈനികർ തകർക്കുന്നു എന്നുള്ളതാണ്. ബുൾഡോസറുകളും ടാങ്കറുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ
ആരാധനാലയങ്ങൾ തകർക്കുന്നത് അത് വംശഹത്യയാണ് എന്ന് ആവർത്തിക്കുകയാണ് തുർക്കി. ആ നിലയിൽ ഉള്ള ഒരു പ്രതീതി, അതായത് നമുക്കറിയാം പലപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാകാറുണ്ട്. ആ സംഘർഷങ്ങൾ രാജ്യങ്ങൾക്കിടയിലെ തർക്കമാണ് എങ്കിൽ ഇതിനെ കൃത്യമായും വംശഹത്യ എന്ന നിലയിലേക്ക്, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ വംശഹത്യ എന്ന നിലയിലേക്ക് ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. തുർക്കി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ഉടമ്പടി സൗദി അറേബ്യയും പാകിസ്ഥാനും ഒക്കെയായി ബന്ധപ്പെട്ട് ഉടമ്പടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് മതപരമായ തരത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്കാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ കൂടുതലായി ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഇനി ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് ആ തലത്തിൽ നിന്നുകൂടിയായിരിക്കും. തുർക്കി ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് മതപരമായ ഈ വിഷയത്തെ മാറ്റിയെടുക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന നിലയിലാണ് കാണുന്നത്. തീവ്രവാദ ആക്രമണത്തെ ഇല്ലായ്മ ചെയ്യുക, അതിനെ ചെറുക്കുക, അതിനുവേണ്ടിയാണ് ഗാസയിൽ ആക്രമണം നടത്തുന്നത് എന്ന വാദത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടയിലാണ് തുർക്കിയുടെ ഈ നീക്കം. ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമാവുക. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് ആലപ്പുഴയിൽ പുന്നമടക്കായലുകളെ ത്രസിപ്പിച്ചുകൊണ്ടുള്ള വള്ളംകളിയുടെ വിശേഷങ്ങളാണ്. അതിലേക്ക് വരാം. അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ തയ്യാറായി നിൽക്കുന്നു. വള്ളംകളി പ്രേമികളും അവർക്കൊപ്പമുണ്ട്. അവരിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അപ്പോൾ നെഹ്റു ട്രോഫിക്ക് പുന്നമടക്കായൽ ഒരുങ്ങുന്നു. രണ്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങി. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ പുന്നമടക്കായലിലെ ഓളങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് അല്പസമയത്തിനകം തങ്ങളുടെ പോരാട്ട വീര്യം കാഴ്ചവെക്കും. മാസങ്ങളായി നീണ്ട പരിശീലനമാണ്, വലിയ തോതിലുള്ള ഒരു ആവേശമാണ്. വള്ളംകളി പ്രേമികൾ ഒന്നാകെ ഇന്ന് പുന്നമടയിലേക്ക് ഒഴുകുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ചേരുന്നുണ്ട്. എൽദോ പോളുണ്ട്, ഒപ്പം ശരണ്യ, സ്നേഹജൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. എൽദോ, ശരണ്യ, നമസ്കാരം. ഈ വള്ളംകളിയുടെ ആവേശമെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. പൂരപ്രേമികളെ പോലെ തന്നെയാണ് വള്ളംകളി പ്രേമികളും. അവർക്ക് അവരുടേതായ ആവേശ പ്രകടനങ്ങളുണ്ട്, ആവേശ കാഴ്ചകളുണ്ട്. എന്തൊക്കെയാണ് രാവിലെ മുതൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അവിടെ? ഇപ്പോഴേ എത്തിക്കാണുമല്ലോ വള്ളംകളി പ്രേമികളൊക്കെ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആലപ്പുഴക്കാരെന്നുള്ള നിലയിൽ എന്തായാലും വലിയ ആവേശം ഒരുപക്ഷെ അവിടെ ഇരിക്കുമ്പോഴും രഞ്ജിത്തിനും ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ തുഴത്താളത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ആവേശകരമായ ഒരുപക്ഷെ കായിക മാമാങ്കങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ കായിക ഇനത്തിലേക്കുള്ള കാഴ്ചകളിലേക്കുള്ള നിമിഷങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ന്യൂസ് 18 വാർത്താ സംഘം എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഫിനിഷിംഗ് പോയിന്റിലാണ്, ഫിനിഷിംഗ് ലൈനിലാണ് നമ്മൾ ഉള്ളത്. തൊട്ടടുത്തായി നെഹ്റു പവലിയൻ ഉണ്ട്. അവിടെ വിശിഷ്ടാതിഥികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. ഉച്ചയോടുകൂടിയാണ് പ്രധാന ഉദ്ഘാടന സെഷൻ നടക്കുക. മുഖ്യമന്ത്രിയാണ് എത്തുന്നത്. ടൂറിസത്തിന്റെ വിവിധ പ്രതീക്ഷകൾ, അതായത് നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള ഇടമാണ്. പക്ഷെ വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായ സാഹചര്യമുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും ഇന്നത്തെ ഈ ഒരു പരിപാടികളെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിനുമപ്പുറം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ വള്ളംകളി എന്ന മാമാങ്കം, ഉത്സവ മാമാങ്കം ആലപ്പുഴയിൽ നടന്നു പോകുന്നത്. അതിൽ ഏറ്റവും വളരെ സന്തോഷകരമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ജനകീയ ഉത്സവമാണ് എന്നുള്ളതാണ്.
21 ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ കഴിഞ്ഞാൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇന്ന് 2 മണിയോടുകൂടി മനോഹരമായ മാസ് ഡ്രില്ലിന് ശേഷം ഈ കായലിൽ അണിനിരക്കുന്നത്. അത്യന്തം വാശിയേറിയ മത്സരം ആയിരിക്കും ഇത്തവണത്തേതും എന്ന് തന്നെ പറയാം. വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഒക്കെ ഇടകലർന്ന വളരെ ഓരോ നിമിഷവും താളത്തിനും പാട്ടിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള മത്സരം. അതിജീവനത്തിന്റെ മനുഷ്യരുടെ ഏറ്റവും വലിയ കൂടിച്ചേരലിന്റെ സന്തോഷത്തിന്റെ ഉത്സവം കൂടിയാണ് വള്ളംകളി. ഇത്തവണ വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് തൊട്ട് മുമ്പ് വള്ളംകളി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് വള്ളംകളി സാധാരണഗതിയിൽ നടന്നു വന്നിരുന്നെങ്കിൽ പ്രളയവും ചില പ്രശ്നങ്ങളുമൊക്കെ അതിനെ പലതവണ തീയതികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറ്റിമറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഓണത്തോട് ഏറ്റവും അടുത്ത് ഇങ്ങനെ വള്ളംകളി വരുന്നൊരു സാഹചര്യമില്ല. ഓണ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വള്ളംകളി ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങുന്നെങ്കിലും ഓണം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഓണത്തിന് തൊട്ട് മുമ്പ് വള്ളംകളി വന്നു എന്നുള്ളതാണ് ആളുകൾക്ക്, അതായത് ഓണാഘോഷം അങ്ങ് പിരിമുറുക്കത്തിൽ നിൽക്കുന്ന സമയത്ത് അതങ്ങ് ഒരു കൊട്ടിക്കയറുന്ന സമയത്ത് ഇവിടെ വള്ളംകളി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ഒഴുക്കായിരിക്കും ആളുകളുടേത് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ആവേശത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് അറിയാം, വള്ളംകളി എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ട് നമുക്ക് ഒഴിവാക്കാനേ കഴിയില്ല. പ്രത്യേകിച്ച് താളനിമിഡമാണ് ഈ മത്സരം എന്ന് കൂടി പറയാം അല്ലേ. രാവിലെ തന്നെ എല്ലാവരും നല്ല ഐശ്വര്യമായിട്ട് സെറ്റ് മുണ്ട് കൊടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. ഏത് ക്ലബ്ബ്, ഏത് വഞ്ചിപ്പാട്ട് ടീമാണ് നിങ്ങൾ? തലവടി. നിങ്ങളുടെ വള്ളം മത്സരിക്കുന്നുണ്ട്. പ്രതീക്ഷ എങ്ങനെയുണ്ട്? ജയിക്കും. ഒന്നാം സ്ഥാനം ആണ്. ഒന്നും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാവോ? നമുക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ്. അതായത് ഞാൻ ചോദിക്കട്ടെ, വീട്ടില് വള്ളംകളി ഇനിയിപ്പോ ഇവിടെ മത്സരം കാണാൻ നിൽക്കുന്നുണ്ട്? മത്സരം കണ്ടേ പോകുന്നുള്ളൂ. ഞാനും ഉണ്ട്, എന്റെ മോനും ഉണ്ട്. ഞങ്ങൾ മത്സരം കണ്ടിട്ടേ പോകുള്ളൂ. തലവടി കരക്കാരാണ്. കരക്കാരാ. ഒരു പക്ഷേ 2 വർഷമായുള്ളല്ലേ തലവടി ചുണ്ടൻ ഇറങ്ങിയിട്ട്? അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ തലവടി ചുണ്ടൻ ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ഒരു ആവേശമായിരുന്നു അല്ലേ അവിടെ? ഞാൻ അതിന്റെ ഒരു നിർമ്മാണ ഘട്ടവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷമായിട്ടുള്ളെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വള്ളം കൂടിയാണ് അല്ലേ. അതുകൊണ്ട് വന്ന ഒരാളുണ്ട്, ഇത് നല്ല പ്രായമുള്ള ഒരാൾ കൂടി ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഈ സൗണ്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മളങ്ങ് ഞെട്ടിപ്പോകുന്നതാണ് അല്ലേ. എത്ര വയസ്സുണ്ട് അമ്മച്ചി? 76 വയസ്സ്. 76 വയസ്സ്. എത്ര വയസ്സ് തൊട്ട് ഇത് പാടാൻ തുടങ്ങിയതാ? ചെറുപ്പം തൊട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം വിമിഷ്ടമൊക്കെ ഉള്ളത് പാടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ കൂടെ എന്നാലും പാടുന്നുണ്ടല്ലോ. അതൊക്കെ ചുമ്മാതാ കേട്ടോ. നിങ്ങൾ ഈ എനർജി ഒന്ന് കണ്ടോണം, ഈ പെർഫോമൻസ് ഒന്ന് കണ്ടോണം. പേരെങ്ങനെയാ? പൊന്നമ്മ ചന്ദ്രാസൻ. ഓക്കെ. അപ്പൊ ആരാ ടീം ലീഡർ? ആരാ ആണോ? മുന്നോട്ട് വന്നിരുന്ന നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കണ്ടു തന്നെ തുടങ്ങാം. ഒന്ന് പാടി തുടങ്ങിയാലോ? ഒന്ന് നിന്നാലോ? എല്ലാവരും ഒന്ന് നിന്നാലോ? പാടാം. പാലിയ ശ്രീരാമദേവൻ ദൈതൈതോ ചെയ്തോരാനന്ദരം തകതൈ തകതൈതോ ശ്രീരാമദേവൻ ശ്രീരാമദേവൻ കുല ചെയ്തോരാനന്ദരം താനീയ ശ്രീരാമദേവൻ കുല ചെയ്തോരാനന്ദരം തകതൈ തകതൈതോ
വയനാട്ടിലെ മറ്റേ ആലപ്പുഴയിലെ വെപ്പ് വള്ളങ്ങളൊക്കെ എൽദോയും ഉണ്ട് കൂടെ, അതുകൊണ്ട് എൽദോയിലേക്ക് കൂടെ. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. കണ്ടില്ല പെർഫോമൻസ് കണ്ടില്ലേ? അതാണ് പെർഫോമൻസ്. ഞാൻ പറയാം ഒരു കാര്യം, രഞ്ജിത്ത്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് ഉമ്മ അമ്മ ചേച്ചിയായി വന്നേ. കഴിഞ്ഞ തവണ ഇതുപോലെ വഞ്ചിപ്പാട്ട കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ഉമ്മ തന്ന വിട്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ഓർമ്മ നാണം നാണം കഴിഞ്ഞ പ്രാവശ്യത്തെ നാണക്കാരി ഇത്തവണ വന്നില്ല. നമ്മള് മറക്കില്ലായിരുന്നു. എന്റെ ഫോട്ടോ ഉണ്ട് കണ്ടോ, ഇപ്പഴാ നാണം കണ്ടോ, മുഖത്ത് നാണം ഉണ്ട്. എന്നോട് ശേഷം സുഖമായിരിക്കുന്നോ? അടിപൊളി. ഇത്തവണ ആര് ജയിക്കും? തലവടി ജയിക്കുന്നു അല്ലേ? തലവടിക്ക് വേണ്ടി ആഞ്ഞിറങ്ങിക്കോണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അടിപൊളി കാണണം. ഓക്കെ. ഇനി രഞ്ജിത്ത്, ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ ശരണ്യ ഇവരെ പരിചയപ്പെടുത്തി, ഞാൻ വേറൊരു ടീമിന് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. വാ ശരണ്യ വാ. അപ്പൊ ഇതും വേറെ ഒന്നല്ല, തലവടിയിൽ തന്നെയാണ് അല്ലേ? നിങ്ങൾ സിസ്റ്റർ കൺസേൺസ് ആണോ? വലിയ ടീം, ഞങ്ങൾ കൊച്ചു ടീം. ഓഹോ, നിങ്ങൾ ജൂനിയർ ആണോ? അവര് വലിയ ടീം, ഞങ്ങൾ കൊച്ചു ടീം. അപ്പൊ ഈ യൂണിഫോം രണ്ടാണല്ലോ. അത് കുഴപ്പമില്ല, ഇതിൽ കൈകൊട്ടി കളിക്കാരുണ്ട്, അത് വഞ്ചിപ്പാട്ടുകാരുണ്ട്. ഓക്കെ. അപ്പൊ ഇത് തന്നെ ഇവര് മെയിൻ കൈകൊട്ടിക്കളിയാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. ഈ കൈകൊട്ടിക്കളി ഉണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്, നാടൻപാട്ടുണ്ട്, എല്ലാം പോകും. വേണ്ട, അവിടെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ സംഘത്തിന്റെ പേരുണ്ടല്ലോ, അരങ്ങ് തലവടി. അപ്പൊ അരങ്ങ് തലവടി ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീരമായ ആദ്യം കൈകൊട്ടിക്കളിയല്ലേ, ഒരു കൈകൊട്ടിക്കളി കാണണം. തകർക്കണം. ഓക്കെ. അപ്പൊ പാട്ട് ബോക്സിൽ വരും. ഓക്കെ, ശരി. ഓക്കെ, റെഡി, സെറ്റ്. ഇപ്പൊ വരും പാട്ട്. കാളി കരിങ്കാളി 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 കാവായ കാവിലും ആടി വരുന്നോളെ കനലുകൾ പെൺകളിലേറിയെന്നമ്മ ഭദ്രേ ഭഗവതി ഭൈരവി കൗശികി ഭദ്രരെ കാക്കുന്ന കാളിനി ശങ്കരി ചെമ്പട്ടൊടുത്തു ചിരിച്ചു നീ നിൽക്കുമ്പോൾ ചെമ്പക പൂവൊത്ത കാന്തിയല്ലേ ചിലമ്പൊലി തുള്ളുന്ന പാദങ്ങൾ വെക്കുമ്പോൾ അഖിലം കൂളുങ്ങുന്ന മേളമല്ലേ കാളി കരിങ്കാളി 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 കാളി കരിങ്കാളി.
അപ്പൊ അങ്ങനെ പുന്നമടക്കായലിന്റെ ഓളങ്ങളിൽ ആവേശത്തുഴ എറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനൊപ്പം നിരവധി കലാരൂപങ്ങളും അവിടെയുണ്ട്. എല്ലാം ഈ വരുന്ന ആളുകൾക്ക്, വള്ളംകളി പ്രേമികൾക്ക് ആസ്വാദ്യകരമാകുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. എൽദോപോൾ ഉണ്ട്, അരുണുണ്ട്, ശരണ്യ ശേഖരനുണ്ട്, ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയുമുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേഷനുമായി ഇനിയുള്ള മണിക്കൂറുകളിലും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. വള്ളംകളിയുടെ അതിന് മുൻപ് ഒരിടവേള. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗം തമിഴ്നാട്ടിൽ മറ്റൊരു ജനപ്രിയ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയ് രംഗത്ത് വരികയാണ്. 4.42 ലക്ഷം നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം സമ്മാനിക്കുന്ന തായ്മാമൻ തങ്കമോതിരം തിട്ടം പദ്ധതിയുമായാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണത്തിനു ശേഷം വിജയ് പ്രഖ്യാപിച്ച ഒട്ടേറെ ജനപ്രിയ പദ്ധതികളുണ്ട്. വീട്ടമ്മമാർക്ക് മാസം 2500 രൂപ വീതം, നവവധുക്കൾക്ക് 8 ഗ്രാം വീതം സ്വർണവും സാരിയും, നിർധന കുടുംബങ്ങൾക്ക് 6 സൗജന്യ LPG സിലിണ്ടർ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾക്ക് ശേഷമാണ് ഇപ്പോൾ ബേബി വെൽക്കം കിറ്റ് പദ്ധതിയും നടപ്പിലാക്കുന്നത്. 755 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് വിജയ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളം ആസ്ഥാനമായ പ്രമുഖ ജുവലറി ഗ്രൂപ്പുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൾ അടിച്ചിരിക്കുന്നത്. ജോയ് ആലുക്കാസ്, കല്യാൺ ജുവലേഴ്സ് എന്നിവയാണ് തമിഴ്നാട് കമ്പനികളെ കടത്തിവെട്ടി പദ്ധതിക്കായുള്ള കരാർ സ്വന്തമാക്കിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോയ് ആലുക്കാസും കല്യാൺ ജുവലേഴ്സും ഏറ്റവും കുറഞ്ഞ തുക ടെൻഡറിൽ സമർപ്പിക്കുകയായിരുന്നു. വിപണി വിലയേക്കാൾ 1 പൈസ മാത്രം അധികമാണ് ഈടാക്കുക എന്നാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സ്വർണം തമിഴ്നാട് സർക്കാരിന് കൈമാറും. അടുത്ത 4 മാസത്തിനകം ജോയ് ആലുക്കാസും കല്യാൺ ജുവലേഴ്സും 1.28 ലക്ഷം സ്വർണ്ണമോതിരങ്ങൾ നൽകുമെന്നാണ് കരാർ. ഇതിനുള്ള പണം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നൽകും. അങ്ങനെ വിജയ് അവതരിപ്പിക്കുന്ന പദ്ധതിക്കുള്ള പ്രയോജനം, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം ലഭിച്ചത്, നടപ്പിലാക്കാനുള്ള ഭാഗ്യം, സ്വർണം നൽകാനുള്ള, മോതിരം നൽകാനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ജുവലറികൾക്കാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ച് വിജയുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഓണക്കാലമാണല്ലോ. ഓണക്കാലമാകുമ്പോൾ ഒരുപാട് മലയാളികൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സമയമാണ്. വിമാനത്തിൽ എത്രത്തോളം മദ്യം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആദ്യം യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും പലപ്പോഴുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ ഓണത്തിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും ആളുകളൊക്കെ മദ്യം കാര്യമായി വിമാനത്തിൽ കൊണ്ടുവരുന്ന, നാട്ടിലുള്ള കൂട്ടുകാർക്കൊക്കെ നൽകാനായി മദ്യം കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അതിന് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 5 ലിറ്റർ മദ്യം വരെയാണ് ഒരു യാത്രക്കാരന് ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുക. നിർദ്ദേശിക്കപ്പെട്ട രീതിയിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം നിയമപരമായ പാക്കേജിംഗ് സംവിധാനം പാലിക്കുകയും വേണം. അത് മാത്രമല്ല,
ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ അബ്കാരി ആക്ട് ഉണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ സംസ്ഥാനങ്ങളുടെ ഇറങ്ങുന്ന സംസ്ഥാനങ്ങളുടെ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ടും വിമാനത്തിൽ മദ്യം കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് നിയമപരമായി ഒരു കൈവശം വെക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് കേവലം 3 ലിറ്റർ മാത്രമാണ്. 5 ലിറ്റർ മദ്യം വിമാന കമ്പനികൾ അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും 3 ലിറ്റർ മാത്രമാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി വിമാനയാത്രക്കാർ ഓർക്കണം. അതായത് 24 മുതൽ 70% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യം വിമാനത്തിൽ പരമാവധി 5 ലിറ്റർ വരെ കൊണ്ടുവരാം. പക്ഷേ ആ സംസ്ഥാനത്തിൻ്റെ നിയമം കൂടി ബാധകമായിരിക്കണം. തമിഴ്നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് 5 ലിറ്റർ മദ്യം വരെ കൈവശം വെക്കാൻ സാധിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ എയർപോർട്ടിലൊക്കെ ഇറങ്ങുന്നവർക്ക് 5 ലിറ്റർ കൊണ്ടുപോകാം. ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാവുന്ന കണക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ആ ഒരു വ്യത്യാസം പ്രധാനമായും നമ്മൾ കാണണം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ. കൂടാതെ ഇത് ചെക്ക് ഇൻ ബാഗുകളിൽ കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹാൻഡ് ബാഗിൽ ആൽക്കഹോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ ഓർക്കണം. ആഭ്യന്തര വിമാനങ്ങളിൽ ഹാൻഡ് ബാഗിൽ സമ്മതിക്കില്ല. ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റിൽ നിന്ന് കുപ്പി വാങ്ങിയാലും അത് ചെക്ക് ഇൻ ബാഗിൽ തന്നെ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചെക്ക് ഇൻ കഴിഞ്ഞ് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മദ്യം വാങ്ങുന്നതെങ്കിൽ 1 ലിറ്റർ വരെ ഒറിജിനൽ പാക്കേജിങ്ങോടുകൂടി വേണമെങ്കിൽ ക്യാബിൻ ബാഗിൽ വെക്കാൻ ഉള്ള അനുമതി ചില എയർലൈൻസുകൾ ആകാശ് എയറും ഇൻഡിഗോയും മറ്റും നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പൊട്ടിച്ച കുപ്പികളുണ്ടല്ലോ, പൊട്ടിച്ച് കുറച്ചൊക്കെ അടിച്ചു തീർത്ത കുപ്പികൾ, അത് പകുതി തീർത്ത കുപ്പികൾ, അതായത് പൊട്ടിച്ച് 1-2 പെഗെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം എന്നുള്ള കാര്യം നടക്കില്ല. കാരണം ഇത് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ കൈവശമുള്ള മദ്യക്കുപ്പികൾ തുറക്കാതെ സീൽ ചെയ്ത് ഒറിജിനൽ പാക്കിങ്ങിലായിരിക്കണം വിമാനത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്സ് കാണിക്കാൻ പോയാൽ കൃത്യമായി തന്നെ ബാഗേജ് കൗണ്ടറുകളിലെ സ്ക്രീനിൽ തെളിയും. ആ മദ്യം അവർ പുറത്തെടുക്കും. അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് മാത്രമല്ല, ഈ മദ്യം മറ്റ് കുപ്പികളിലേക്ക് പകർന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലേക്കൊന്നും പകർന്ന് വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള സൗകര്യവുമില്ല. അങ്ങനെ ചെയ്താൽ അതും നിയമപരമായി ശരിയല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ബിയറും വൈനും, നമുക്കറിയാം 70% വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബിയറും വൈനുമൊക്കെ 24% മാത്രം കണ്ടന്റുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന മദ്യമാണ്. അതിൽ വ്യത്യസ്തമായ നിയമമുണ്ട്. ചെക്ക് ഇൻ ബാഗേജിൽ അളവിന് പരിധി ഇല്ലെങ്കിലും അധിക ബാഗേജ് നിരക്കുകൾ ഇതിന് ബാധകമാകും. അതുകൊണ്ട് 24% മുതൽ 70% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിയറും വൈനും പരിഗണിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 70% ആൽക്കഹോളിൽ കൂടുതലുള്ള മദ്യത്തിലെ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം 70%-നും മുകളിലാണെങ്കിൽ അത്തരം മദ്യങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദനീയമല്ല. അതിനാൽ ബാഗിനുള്ളിൽ വെക്കുന്നതിന് മുൻപ് കുപ്പിയിലെ ABV പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, ആഭ്യന്തര വിമാനയാത്രകളിൽ ക്യാബിൻ ബാഗുകളിൽ ഡ്യൂട്ടി ഫ്രീ ആൽക്കഹോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ആഭ്യന്തര ടെർമിനലിൽ നിന്ന് വാങ്ങുന്ന മദ്യം ചെക്ക് ഇൻ ബാഗിലേക്ക് നിർബന്ധമായി മാറ്റണം എന്നുള്ള കാര്യം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട്. വിമാനത്തിൽ വെച്ച് മദ്യം കഴിക്കാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടിയുണ്ട്. നമ്മൾ ഈ ചെക്ക് ഇൻ ബാഗേജിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, ബാഗേജിലൊക്കെ ഹാൻഡിൽ കൊണ്ടുപോകുമ്പോൾ അത് കഴിക്കണമെന്നൊക്കെ ഒരു പ്രേരണ ഉണ്ടാകും. അന്താരാഷ്ട്ര വിമാന സർവീസുകളിലൊക്കെ മദ്യം നൽകുന്നുണ്ട്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള മദ്യം ഒരു കാരണവശാലും കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഈ കുപ്പികൾ പൊട്ടാനും മറ്റ് കേടുപാടുകൾ സംഭവിക്കാനൊന്നും പാടില്ല. അതിന് എയർലൈനുകൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പായ്ക്ക് ചെയ്ത് സുരക്ഷിതമായി കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ കൊണ്ടുവരുന്നവർക്ക് ഉണ്ടായിരിക്കണം എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യാന്തര അല്ലെങ്കിൽ ആഭ്യന്തര വിമാനയാത്രകളിലെ മദ്യം കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നിപ്പോൾ വള്ളംകളിയുടെ ആവേശ ദിവസമാണ്. ആ വാർത്തകൾ തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ വിശദമായി ഉണ്ടാകുക. അതിലേക്ക് പോകാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.